ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാമിയോ കുൽക്കാസ് സാമിഫോളിയ എന്ന ഒറ്റ സ്പീഷീസ് അടങ്ങുന്ന അരേസി കുടുംബത്തിലെ പൂച്ചെടികളുടെ ഒരു ജനുസാണ് നമ്മുടെ ഈ CC പ്ലാന്റ്. ഇതിനെ നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്നതാണ് കേട്ടോ CC പ്ലാന്റ് എന്ത്. ആകർഷകമായ തിളങ്ങുന്ന ഇലകൾ ഉള്ളതിനാലും പരിപാലിക്കാൻ വളരെ എളുപ്പമായതിനാലും ഇതൊരു വീട്ടുചെടിയായിട്ട് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണാനായിട്ട് കഴിയും. ഇത് ഔട്ട്ഡോർ പ്ലാന്റിനേക്കാൾ കൂടുതലായിട്ട് ഇൻഡോർ ആയിട്ടാണ് കേട്ടോ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 കളറുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നല്ല ഗ്രീൻ കളറിലും ഒരെണ്ണം നമ്മുടെ ഒരു ബ്ലാക്ക് കലർന്ന ഒരു കളറുമാണ് കേട്ടോ. ഇത് നമ്മൾ കൊടുക്കുന്നത് ഫുൾ പോട്ടായിട്ടാണ്. അപ്പോൾ പലയിടങ്ങളിലും പല റേറ്റാണ് വരുന്നത്. ഈ കാണുന്ന ഗ്രീൻ ചെടിയുടെ ഫുൾ പോട്ടിന് നമ്മൾ 320 രൂപയും ബ്ലാക്ക് ചെടിയുടെ ഫുൾ പോട്ടിന് 380 രൂപയാണ് കേട്ടോ വില വരുന്നത്. 45 സെൻറ്റിമീറ്റർ മുതൽ 60 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന നിത്യഹരിത കുറ്റിച്ചെടി കൂടിയാണിത്. പക്ഷേ വരൾച്ചയുടെ കാലത്ത് ഇത് ഇല പൊഴിയുമെങ്കിലും മഴ പുനരാരംഭിക്കുന്ന സമയത്ത് വരെ വെള്ളം സംഭരിക്കുന്ന വലിയ ഉരുളക്കിഴങ്ങ് പോലെയുള്ള റൈസോം കാരണം വരൾച്ചയെ ഈ ചെടി നല്ല രീതിയിൽ അതിജീവിച്ചു വരുന്നു. ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്ന ശാഖകൾ യഥാർത്ഥത്തിൽ മിനുസമാർന്നതും തിളങ്ങുന്നതും കടും പച്ച നിറത്തിലുള്ളതുമാണ്. ഇവയ്ക്ക് 40 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട്. ഈ കാണുന്ന സുന്ദരിയായ CC പ്ലാന്റിൻ്റെ ഇലകളിൽ 91% വെള്ളവും ഇലഞ്ഞെട്ടുകളിൽ 95% വെള്ളവും അടങ്ങിയിട്ടുണ്ട്. ചുരുങ്ങിയത് 6 മാസമെങ്കിലും ഇലയുടെ ആയുർദൈർഘ്യം ഇതിനുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കാം വെള്ളമില്ലാതെ ഉള്ളിലെ കുറഞ്ഞ വെളിച്ചത്തിൽ 4 മാസത്തേക്ക് അതിജീവിക്കാനായിട്ട് ഇതിന് കഴിവും ഉള്ളത്. ഏകദേശം 15 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള താപനിലയിൽ ഇത് അതിഗംഭീരമായിട്ട് പടർന്ന് പന്തലിച്ചു വരുന്നു. അമിതമായി നനയ്ക്കുന്നത് ഇതിൻ്റെ കിഴങ്ങ് ചീഞ്ഞു പോകാനായിട്ട് സാധ്യത ഒരുപാട് കൂടുതലാണ് കേട്ടോ. തെളിച്ചമുള്ള പരോക്ഷമായ പ്രകാശം ഈ ചെടിക്ക് മികച്ചതാണ്. ശക്തമായ പച്ച ഇലകൾ കാരണം തുറന്നതും തിളക്കമുള്ളതുമായ മുറികൾക്ക് ഇത് പ്രത്യേകിച്ചും അനുയോജ്യമാണ്. വീടിനുള്ളിൽ വളരുമ്പോൾ ചെടി തെളിച്ചമുള്ള പരോക്ഷമായ വെളിച്ചമാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ കുറഞ്ഞ പ്രകാശ വ്യവസ്ഥയെ സഹിക്കും. എന്നിരുന്നാലും താഴ്ന്ന പ്രകാശം ദീർഘനാളത്തേക്ക് ഈ ചെടിക്ക് അനുയോജ്യമല്ല. സൂര്യപ്രകാശത്തിൻ്റെ അപര്യാപ്തത ഇലകൾക്ക് നീളം കൂട്ടാനും കൂടാതെ ഇല കൊഴിയാനും മഞ്ഞ നിറമാകാനൊക്കെ കാരണമാകും. ചെടി ഒരു പ്രകാശ സ്രോതസ്സിലേക്ക് നീളുന്നതിനാൽ പൊതുവെ അസമമായതോ ആനുപാതികമോ ആയ വളർച്ചയില്ലാതെ ആകുന്നു. അതിഗംഭീരമായിട്ട് വളരുമ്പോൾ ഈ ചെടി മുഴുവൻ തണലിനേക്കാൾ ഭാഗിക തണലാണ് ഇഷ്ടപ്പെടുന്നത്. വായു ശുദ്ധീകരണത്തിന് ഈ ചെടി വളരെയധികം സഹായിക്കുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കാണുന്ന ചെടികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത്രയും കാണുന്ന സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.